ഈ നോമ്പൊക്കെ ആയാലേ നമുക്കൊരു കോള് കൊണ്ടുവന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. ഈ ടൗൺ ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ ആദ്യത്തെ പത്തിൽ, രണ്ടാമത്തെ പത്തിൽ, ഒടുവിലെ പത്തിലല്ല ലാസ്റ്റിലെ പത്തിൽ എല്ലാം നമ്മൾ കോള് കൊണ്ടുപോയിട്ട് ബിരിയാണിയായിട്ടും പലഹാരമായിട്ടും കോഴി നിറച്ചതും പത്തിരിയൊക്കെ. അപ്പോൾ നമ്മളിവിടേക്കൊന്നും അങ്ങനെയൊന്നുമില്ല. എന്നാലും ഇന്നിപ്പോൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് അനിയത്തിൻ്റെ പുതിയാപ്പിളക്ക് വേണ്ടിയിട്ട് നമ്മൾ കോള് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴി നിറച്ചതും പിന്നെ പത്തിരിയാണ് കേട്ടോ. നെയ്സ് പത്തിരി മതി എന്ന് പറഞ്ഞുകൊണ്ട് നെയ്സ് പത്തിരി കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ ഉള്ളിൽ കാടമുട്ടാണ് കേട്ടോ നിറച്ച് കൊടുത്തത്. അതും ഉള്ളിൻ്റെ ഒരു മസാലയും കൂടെയാണ്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഞാൻ എണ്ണയിലേക്ക് തന്നെ പട്ട, പൂവ്, ഏലക്കായ്, കറിവേപ്പില അതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂത്തിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തത്. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നാൽ അതിലേക്ക് 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, നല്ല എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, അതും പിന്നെ ഗരം മസാല ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളമൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ഈ ചിക്കന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കാരണം അത് ഫുൾ ചിക്കനല്ലേ, അപ്പോൾ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഈ മസാല ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് മേലായിട്ട് ബാക്കി വരുന്ന മസാലയും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മേലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുക കേട്ടോ. ഒരു വിസിലിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ ചിക്കനിൽ കറി കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുത്തത് ഇതിൻ്റെ മേലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ തന്നെ എടുത്താൽ മതി. ഞാൻ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക.